എൻ്റെ മച്ചാമാരെ ഈ കറിയുടെ കളർ നോക്കി. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലട്ട. കരക്കാറ്റ് ചില സമയങ്ങളിൽ ചില മാസങ്ങളിൽ ഇതുപോലെ കരക്കാറ്റ് വരോട്ടെ. അപ്പോൾ നല്ല കാറ്റായിരിക്കുള്ളൂ, അതുപോലെ റോളിംഗ് ഉണ്ടാവട്ടെ. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ കുറച്ച് ഓടിയിട്ട് വടക്കോട്ട് മാറിയിട്ട് വലയിടാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. വിൽസനളിയൻ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം ഇവിടെ പാത്രത്തിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് കറി എന്താണെന്നറിയോ? നമുക്ക് നല്ല അടിപൊളി നെയ്മീൻ കറിയാണ്. നെയ്മീൻ അല്ലെങ്കിൽ പിന്നെ അർക്ക, അങ്ങനെ പല പല പേരിൽ അറിയപ്പെടും കേട്ടോ. ആ ഒരു കറിയുടെ കളറൊക്കെ ഒന്ന് കാണണം. നല്ല ചൊകാന്നും പറഞ്ഞ് ഇങ്ങനെ ചുമന്നിരിക്കേണ്ടത് കണ്ട. കറി നോക്കി എന്താ കളർന്ന് കണ്ട. ഇനി ഓരോരുത്തർക്ക് വിളമ്പി കൊടുത്തിട്ട് നമുക്ക് നേരെ ഭക്ഷണം കഴിക്കുക. അതിന് ശേഷമാണ് വലയിടാനായിട്ടുള്ള ഏട്ടാ. അപ്പോൾ അതെ രണ്ട് പീസ് വെച്ച് ഓരോരോ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും തികഞ്ഞ് മീൻ ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ടും കൂടി അങ്ങോട്ട് ഓടിക്കോട്ടെ. ഫുഡിൻ്റെ അഭിപ്രായം പറയാനായിട്ട് നമ്മുടെ ടെസ്റ്റർ കുഞ്ഞച്ചൻ ചേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് വായിച്ചേ നല്ല കാറ്റുണ്ടല്ലേ, കരക്കാറ്റ്. നല്ല കാറ്റാണ്, ഭയങ്കര കരക്കാറ്റ്. അതും പറഞ്ഞ് നാണത്തോടെ ഒരു ചിരിയും ചിരിച്ചു ഒരു ഉരുളെടുത്ത് അങ്ങോട്ട് വായിലേക്ക് വെച്ചിട്ടാ. അപ്പം ഞാനൊന്നിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ബെന്നിച്ചനും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതുപോലെ വിനു ചേട്ടൻ മലക്കോവ മാലിട്ടേക്കാണ്, അതുകൊണ്ട് വെജാണ് കേട്ടാ. സാമിയാണ് പുള്ളിക്കാരൻ. അങ്ങനെ ഉണ്ണിച്ചേട്ടനും നമ്മുടെ രാജീവായി എല്ലാവരും ഉണ്ട് കേട്ടാ. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വല അങ്ങോട്ട് ഇട്ടിട്ടാ. വലയിട്ട് ഇനി ഏകദേശം ഒരു 4 മണിക്കൂർ 3 മണിക്കൂറോളം വലിക്കും. സ്ലോ വല ഇട്ടിട്ടേക്കണത് ഇപ്പം. അപ്പം നമ്മളിപ്പോൾ ഈ വലിക്കണ ഗ്രൗണ്ടിൽ വേറെ ബോട്ടുകളൊന്നും ചുറ്റോട്ടത് കാണില്ല. അങ്ങ് ദൂരെ ഒരു ബോട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ആങ്കറില്ല പാരച്ചൂട്ടിൽ എന്തോ കിടക്കണം, ചൂണ്ടപ്പണിക്ക് എന്തോ നേണ ബോട്ടാണെന്നുണ്ട്. ചിലർ വിചാരിക്കണ പോലെ ബോട്ടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ആയിരിക്കില്ല വല വന്നത്. ബോട്ടും വലയും തമ്മിൽ ഏകദേശം ഒരു 400-500 മീറ്റർ വ്യത്യാസമൊക്കെ ഉണ്ടാവട്ടെ. അവിടെ നിന്നായിരിക്കുള്ളൂ വല ഇങ്ങനെ വലിച്ചു വന്നത്. അതുമാത്രമല്ല ഈ റോപ്പുകൾ തമ്മിൽ പിരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ വല കയറ്റി അങ്ങനെ ഭയങ്കര പണിയാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചെടുക്കേണ്ട പണിയാണിത്. അപ്പോൾ റിസ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക അതനുസരിച്ചുള്ള പ്രോഫിറ്റും ഉണ്ട് നമുക്ക് പണി ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ കഷ്ടമായിരിക്കും. ഇങ്ങോട്ടാണ് സ്റ്റൈൽ. വല വലിച്ചുകൊണ്ടിരിക്കാതെ 3-3.5 മണിക്കൂറൊന്നും വേണ്ടി വന്നില്ല. അതിന് മുന്നേ നമ്മൾ വല പിടിക്കാൻ തുടങ്ങിയിട്ടാ. എന്താണെന്നല്ലേ അത് നിങ്ങൾക്ക് വല കയറി വരുമ്പോൾ മനസ്സിലാവട്ടെ. മീൻ പെട്ടെന്ന് കയറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉടക്ക് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ബോട്ടിനകത്ത്. കാരണം വലിടുമ്പോൾ GPS-നകത്ത് ഒരു സ്പീഡ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വെള്ളം വലിവ് വരുമ്പോൾ ചരക്ക് കയറുമ്പോൾ അതുപോലെ വല്ല ഉടക്ക് കയറി കഴിയുമ്പോഴാണ് ആ GPS-ലെ സ്പീഡ് പയ്യെ കുറയണേട്ടാ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് സ്രാങ്ക് വലയെടുത്തോളാൻ പറഞ്ഞ് ഹോൺ അടിച്ച് അങ്ങനെ അതേ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങറ്റത്തുനിന്ന് നല്ല അടിപൊളി ക്ലാത്തിയാണ് കയറിയാണ്. അതായത് കോടൻറ്റിന് ഇങ്ങനെ പൊക്കി നിർത്തിയൊക്കെയാണ് മീൻ. ചില മീനുകൾ കയറി കഴിയുമ്പോൾ കോടൻ്റ് ഇങ്ങനെ പൊന്തിയവരുണ്ട്. ഞാൻ കണ്ടേക്കണ കിളിമീൻ കയറിയപ്പോൾ കണ്ടിട്ടുണ്ട്, അതുപോലെ ചെമ്പല്ലി കയറിയപ്പോൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ മനസ്സിലായി ക്ലാത്ത് കയറുമ്പോഴും ഇതുപോലെ കോടൻ്റ് പൊന്തി വരും എന്നുള്ളത്. ഒരു വലിയ മീൻകൂട്ടം തന്നെ നമ്മുടെ വലയുടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കണം. അപ്പോൾ അതെ ക്ലാത്തി ലോഡടിച്ച് കയറിയേക്കണുണ്ട്. അപ്പോൾ ഇത് കൂടുതലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല. ചിലവരൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും വളത്തിന് പൊടിക്കാനൊക്കെയാണ് ഈ മീൻ പോണത്. തമിഴ്നാട്ടിൽ മെയിനായിട്ട് ഇതിൻ്റെ പണിക്ക് മാത്രം പോണ ബോട്ടുകളുണ്ട് കേട്ടോ. ക്ലാത്തി പണിക്ക് പോണ ബോട്ടുകളുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൺ കണക്കിനാണ് നമ്മുടെ ഈ ക്ലാത്തി കിട്ടുന്നത് കേട്ടോ.
വല വലിച്ച് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അപ്പിയിൽ സ്ലീങ് ഇട്ടാണ്ട വല പൊക്കി പൊക്കി ലോഡ് ചെയ്ത് എടുക്കുന്നത് പയ്യെ പയ്യെ. കോടന്റിന്റെ റോപ്പ് നമ്മുടെ വിനൂച്ചേട്ടൻ്റെ കൊളുത്ത് വെച്ച് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരെ അത് കപ്പിയിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ ചരക്ക് ബോട്ടിലേക്ക് കയറ്റാനായിട്ട് പോവേണ്ട. ക്ലാത്തി കയറിയോ നോക്കിയ ക്ലാത്തി. ഈ ഒരു പുള്ളിയുടെ കോടന്റിന്റെ ആ ഒരു വലിപ്പം നോക്കി മീൻ കയറിയിട്ട് കണ്ട ഒരാളുടെയും വലുതാണ്ടത്. ഇപ്പം നിലവിൽ കടൽ നല്ല ശാന്തമായിട്ട് കിടക്കേണ്ട. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി അതിൻ്റെ അടിയിലത്തെ മൂട് റോപ്പ് ടൈറ്റ് ആയിരിക്കുള്ളൂ. അത് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടണോട്ടാ. അപ്പോൾ ശരിക്കും റോളിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആട്ടേണ്ട ആവശ്യമില്ല. അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് ആടണനുസരിച്ച് അത് അടിക്കോളും, ചരക്കടിക്കോളും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആടി നന്നായിട്ട് വന്നിട്ട് നമ്മുടെ മേത്തടിച്ച് കഴിഞ്ഞാൽ നേരെ തെറിച്ച് കടലിൽ പോകട്ടെ. അങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇത് നോക്കി മല പോലെ ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ കിടക്കണം. ശരിക്കും കന്യാകുമാരി എന്നൊക്കെ പോണ ബോട്ടിനകത്ത് അണ്ണന്മാരുടെ ബോട്ടിനകത്തൊക്കെ ഇതല്ല, ഇതിൻ്റെ ഡബിളായിട്ടാണ് മീൻ കിട്ടുന്നത്. അത് വേറെ കാര്യം. അപ്പോൾ ഇതിൽ തിരിയാനായിട്ടെന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഒട്ടുമിക്കതും ക്ലാത്തി തന്നെയാണ്. അപ്പോൾ ഷവലും കൊണ്ട് കോരി കോരി നേരെ ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സ്കിഡുകളുണ്ട്. അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ ഈ പഫർ ഫിഷില്ല അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-30 ബോക്സോളം ഉണ്ടായിരുന്നു നമുക്ക് ക്ലാത്തി. ഹാർബറിൽ ഇതിന് വില വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിന് 1000 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു. അത് മാറി മറിഞ്ഞൊക്കെ വില ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു നിശ്ചിത വില പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ക്ലാത്തിൻ്റെ ഇടയിലുണ്ടായ സ്കിഡും അതുപോലെ കുറച്ച് മീനും 1-2 മീനുണ്ടായിരുന്നു. അതും ഇവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ട കുറച്ച് സ്കിഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2-3 മീനും കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ക്ലാത്തിയാണ്. ട്രിഗർ ഫിഷ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. മീനെല്ലാം തിരിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ നമ്മൾ നേരെ മീനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് നോക്കണം. അപ്പോൾ തന്നെ നേരെ എടുത്തുകൊണ്ട് അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് ബോക്സ് ഇറക്കി കൊടുക്കുക, ഐസ് ഇടുക, സ്റ്റോർ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ഐസ് ഇടൂല. കാരണം ഇത് വളത്തിന് പോണ മീനായതിൻ്റെ പേരിൽ ഐസ് നമ്മൾ അത്രയും വേസ്റ്റ് ആക്കൂല. കാരണം ഇനിയിപ്പോൾ കിട്ടോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ഗ്രൗണ്ടിൽ ഇപ്പം മീൻ കിട്ടിയതിൻ്റെ പേരിൽ ഇതിൻ്റെ ഒരു കൂട്ടം ചിലപ്പോൾ അങ്ങോട്ട് മാറിയാൽ ഇങ്ങോട്ട് മാറിയൊക്കെ നിൽക്കണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നമ്മിപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് തന്നെ കുറച്ച് മാറിയിട്ട് വലിച്ചു നോക്കേണ്ട. അപ്പോൾ അതേ കണ്ട ക്ലാത്തി അങ്ങോട്ട് നിറച്ചുകൊണ്ടിരിക്കണം. നോക്കി ആദ്യം ഐസ് കൊണ്ട് ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കണ്ട മീൻ ഇട്ടേക്കണത് കണ്ട. അപ്പോൾ ഈ വളത്തിനെന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല. മെയിനായിട്ട് നമ്മുടെ ഈ കോഴിത്തീറ്റ അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ മീൻ പൊടിച്ചിട്ട് അതിനായിട്ടാണ് ഈ വളത്തിനെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.